യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പ്രതിഭ പ്രതിഭയല്ലേ സത്യേട്ടന്റെ ഓഫീസില്? അതെ. എന്നെ മനസ്സിലായില്ലേ? സത്യേട്ടന് ആക്സിഡന്റ് പറ്റിയപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. മനീഷ എന്താ ഇവിടെ? ഞങ്ങള് നിങ്ങളുടെ ഓഫീസിലേക്ക് വരികയായിരുന്നു. കമ്പ്യൂട്ടർ സെന്ററിലെ ഒരു ബാച്ച് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു വണ്ടി വേണം. പ്രതിഭ അവിടെ കാണുമെന്ന് വിചാരിച്ച ഞങ്ങള് വന്ന്. ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തു മനീഷ. റിസൈൻ ചെയ്തെന്നോ? എന്തു പറ്റി? അതൊരു പേഴ്സണൽ മാറ്ററാ. സോറി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പ്രതിഭ അവിടെ ഇല്ലെങ്കിൽ ഞങ്ങളും അങ്ങോട്ട് പോകുന്നില്ല. അയ്യോ അതെന്താ? ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച് നിങ്ങളുടെ ആവശ്യത്തിന് പോകാതിരിക്കുന്ന എന്തിനാ? അവിടെ സത്യൻ സാറുണ്ടല്ലോ. ചെന്ന് വണ്ടി ബുക്ക് ചെയ്യ മനീഷ. ഞാൻ പോട്ടെ. അത് പ്രതിഭയ്ക്ക് ഇത് എന്തു പറ്റി? അവളുടെ പോക്ക് കണ്ടിട്ട് റിസൈൻ ചെയ്തിട്ടല്ല, ഡിസ്മിസ് ചെയ്തിട്ട് പോകുന്ന പോലെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഇഷ്യൂ ആണ്. വാ പോവാം. എന്തെങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? മനീഷ എന്താ ഇവിടെ? നെക്സ്റ്റ് വീക്കില് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊരു വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ഇരിക്കെ. താങ്ക്സ്. ഇതെന്റെ ഫ്രണ്ട് മിയ. ഹായ്. അല്ല, എവിടേക്കാ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മൂന്നാറ്. ഞങ്ങളുടെ ബാച്ചിലെ 17 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡേറ്റ് കൺഫേം ആയോ? വരുന്ന സാറ്റർഡേയോ സൺഡേയോ ആയിരിക്കും. കറക്റ്റ് നാളെ അറിയിക്കാം. ഞാനും മിയയാ ട്രിപ്പിന്റെ കോർഡിനേറ്റേഴ്സ്. ഒരു ഫോൾട്ട് സംഭവിക്കാതിരിക്കാനാ സത്യേട്ടന്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്യാന്ന് വിചാരിച്ച്. ഓക്കെ, ഞാൻ നോക്കട്ടെ. സാറ്റർഡേ സൺഡേയും 20 സീറ്റിന്റെ ട്രാവലർ ഒഴിവുണ്ട്. നല്ല സൂപ്പർ വണ്ടിയാ, ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ, സത്യേട്ടൻ പറഞ്ഞ പിന്നെ വേറൊന്നുമില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തു. അഡ്വാൻസും മറ്റും ഒന്നും വേണ്ട. പിന്നെ സാറ്റർഡേ ആണോ സൺഡേ ആണോ എന്ന് നാളെ ഒന്ന് കൺഫേം ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലവും ടൈമും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യണം. ശരി, അതൊക്കെ നാളെ തന്നെ ചെയ്തോളാം. അല്ല, കുടിക്കാൻ എന്താ പറയണ്ടേ? കൂട്ടുകാരിയും കുട്ടി ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ജ്യൂസ് പറയട്ടെ? നോ താങ്ക്സ്. ഞങ്ങൾ വരുമ്പോ ഐസ്ക്രീം കഴിച്ചായിരുന്നു. ശരി. ഓക്കെ സത്യേട്ടാ. ഓക്കെ. മിയ, 2 മിനിറ്റ്, ഞാനിപ്പോ വരാം. ശരി. സത്യേട്ടാ, എന്താ മനീഷ? പ്രതിഭയ്ക്ക് എന്ത് പറ്റിയതാ സത്യേട്ടാ? അവളായിരിക്കും ഓഫീസിലെന്ന് കരുതിയാ ഞാൻ വന്നത്. അത് പിന്നെ അവള് പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോയതാ. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വഴിയിൽ വെച്ച് പ്രതിഭയെ കണ്ടു. അവള് പറഞ്ഞത് റിസൈൻ ചെയ്ത് പോവാണെന്ന്. അതാ ഞാൻ ചോദിച്ചത് അവക്ക് എന്തു പറ്റിയെന്ന്. അത് പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ നിങ്ങളെന്നും ഒരുമിച്ചുണ്ടാവുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. ഈ പ്രതീക്ഷ തന്നെ അവളിവിടുന്ന് പോവാൻ കാരണം. എന്നുവച്ചാ, ഒരു പെൺകുട്ടിയോട് സ്നേഹത്തോടെ അടുത്ത് പെരുമാറിയ അതിനർത്ഥം അവൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതാണോ? ഞാനൊരു കല്യാണം കഴിച്ച ആളാ. എന്നെക്കുറിച്ച് അവളങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ?
ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാതെ ബാലിശമായ കുറെ ആഗ്രഹങ്ങൾ കൊണ്ട് നടന്നാ പിന്നെ എന്തു ചെയ്യും? അതുകൊണ്ടാ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ തടയാതിരുന്നത്. സത്യേട്ടൻ അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പ്രതിഭയോടെ വരാതിരിക്കുന്നതല്ലേ സത്യേട്ട രണ്ടുപേർക്കും നല്ലത്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ സത്യേട്ടന്റെ ഉദ്ദേശം? ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് അമ്മയും ഏട്ടനും അനിയത്തിയൊക്കെ ഇല്ലേ? വിവാഹം കഴിച്ചാലേ ജീവിതം അവളൊന്നുമില്ല. ഭാര്യയില്ലാത്ത പുരുഷന്മാരും ഭർത്താവില്ലാത്ത സ്ത്രീകളും ഈ ലോകത്ത് ഒരുപാടുണ്ട്. അവരൊന്നും ജീവിക്കുന്നില്ലേ? എനിക്കൊരു മനസ്സുണ്ട് മനീഷ. ആ മനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ എന്നെ വെറുക്കുന്നവർ വെറുത്തോട്ടെ. സോറി സത്യേട്ട, ഞാൻ എന്തെങ്കിലും ചോദിച്ച് വിഷമിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പോട്ടെ. എന്നെ കണ്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെടും ഇന്ദ്രേട്ടാ? നീ വെറുതെ അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഫോൺ വിളിച്ചപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റാത്തതില് അമ്മ സങ്കടം പറഞ്ഞതാ. ആ സുശീലയുടെ മോനല്ലേ? ആ അതെ. അമ്മ ഇവിടെ ഇല്ലേ? സുശീല കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ പോയിരിക്ക. ഇവിടെ വെള്ളമില്ലേ? വെള്ളമുണ്ട്, കുടിക്കാൻ കൊള്ളില്ല. വെള്ളത്തിന് ഇത്തിരി എണ്ണമയം ഉണ്ട്, അതുകൊണ്ട് കുടിവെള്ളം അപ്പുറത്തുനിന്ന് എടുക്കാറ്. സോനയും കുഞ്ഞും ഇവിടെ ഉണ്ടോ? സോന രാവിലെ ജോലിക്ക് പോയി. കുഞ്ഞിനെ നോക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. സുശീലയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് എന്നെ കഴിയുന്ന സഹായമൊക്കെ ഞാൻ അങ്ങ് ചെയ്യും. അത് വലിയ ഉപകാരമായി. ആ വന്നു കയറുന്ന മരുമക്കളെ പോലെ ഇരിക്കും മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്തെ ജീവിതം. നിങ്ങൾ ഇങ്ങോട്ട് വാ, സുശീല ഇപ്പൊ വരും. അമ്മ എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് ഇത്രയും ഭാരമൊന്നും എടുക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ശരീരത്തിന്റെ ആരോഗ്യം നോക്കി ഇരുന്നിട്ട് എന്താ കാര്യം? ജീവിക്കണ്ടേ? അമ്മ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഇതൊക്കെ എന്റെ വിധിയാ, അനുഭവിക്കാതെ പറ്റുമോ? അമ്മേ, ഓ ആ അച്ഛമ്മയുടെ മോർണിംഗ് വന്നേ. എത്ര ദിവസമായി എന്റെ കൊച്ചിനെ ഒന്ന് എടുത്തിട്ട്. കുഞ്ഞു അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. ഇതിന് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ലേ? കുറെ ദിവസമായില്ലേ കണ്ടിട്ട്, അമ്മയ്ക്ക് തോന്നുന്നതാ. അതെ അതെ, എല്ലാം അമ്മയുടെ തോന്നലല്ലേ. അകത്തേക്ക് വാ. അച്ഛമ്മയുടെ മോനാണ് ഇത്. ദാ. വാ. ഐ. ആ ഇവര് നമ്മുടെ അടുത്തുള്ളതാ മോനെ, ശാരദ. ആ ഞങ്ങള് സംസാരിച്ചു. ആണോ? ഈ ശാരദ എനിക്കിപ്പോ ഒരു സഹായം. അല്ല, ചില സമയത്ത് സ്വന്തം ബന്ധത്തെക്കാൾ ഉപകാരം ചെയ്യുന്നത് പുറത്തുള്ളവരായിരിക്കുമല്ലോ. അതിപ്പോ സത്യമായി. ഒരുപാട് നന്ദിയുണ്ട് എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇങ്ങനെ സഹായം ചെയ്യുന്നതിന്. ഓ ഇതിനൊക്കെ എന്ത് നന്ദി പറയാനാ? നാളെ എനിക്കും ഈ അവസ്ഥ വന്നുകൂടായികയില്ലല്ലോ. എനിക്കും ആൺമക്കളുള്ളതാ. ഇതുപോലുള്ള മരുമക്കളാ വരുന്നെങ്കി